ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് എന്ന് പറയുന്ന ഒരു പോയമാണ്. ഇത് എഴുതിയിട്ടുള്ളത് റൂഡിയാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ഒരു പോയറ്റാണ്. ഇതൊരു ഡൈഡാക്റ്റിക് പോയമാണ്. മീൻസ് ആൾക്കാർക്ക് എന്തെങ്കിലും അഡ്വൈസോ എന്തെങ്കിലും ടീച്ചിങ്ങോ നടത്തുന്ന രീതിയിലുള്ള റൈറ്റിങ്സ് ഉള്ള പോയംസിനെയാണ് ഡൈഡാക്റ്റിക് പോയം എന്ന് പറയാം. അപ്പോൾ ഇത് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പോയത്തിൽ പെട്ട ഒരു പോയമാണ് ഇഫ് എന്ന് പറയുന്ന ഈ ഒരു പോയം. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫാദർ തൻ്റെ മകൻക്ക് ലൈഫ് അഡ്വൈസുകൾ കൊടുക്കുന്നത്, ആ ലൈഫ് അഡ്വൈസസുകൾ കംപ്ലീറ്റ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ലാസ്റ്റ് ആൾക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു ലെവലിൽ എഴുതിയിട്ടില്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഒരു പോയമാണ് ഇഫ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ പോയം. അപ്പം നമുക്കിനി ആദ്യം തന്നെ റൂഡിയാർഡ് കിപ്ലിംഗ് ആരാണ്, ആളെ പറ്റിയൊരു ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കേൾക്കാം. റൂഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ജോസഫ് റൂഡിയാർഡ് കിപ്ലിംഗ് എന്നാണ്. അപ്പോൾ ആൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്, പോയറ്റാണ്, ജേർണലിസ്റ്റാണ്. ആളുടെ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ വെച്ചാണ്. കൂടുതൽ അയാളുടെ റൈറ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്തതും ഇന്ത്യൻ തീംസും ട്രഡീഷൻസൊക്കെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അയാളുടെ റൈറ്റിങ്സിൽ അയാൾ ആഡ് ചെയ്തിരുന്ന കാര്യങ്ങൾ മോറൽ വാല്യൂസും അഡ്വഞ്ചറിനെ കുറിച്ചും അതേപോലെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ ലൈഫിനൊക്കെ കുറിച്ചുമാണ്. അപ്പോൾ ഇയാൾ എഴുതുന്ന റൈറ്റിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിരിക്കും, എന്നാൽ അതിന് വലിയ ഡീപ്പ് മീനിങ്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. ആളുടെ മേജർ വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ദ ജംഗിൾ ബുക്ക്. ഫേമസ് ആണ്, എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും ജംഗിൾ ബുക്ക് എന്നുള്ളത്. അപ്പോൾ ആ ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ആ ഒരു ബുക്കിൻ്റെ ഓഥറാണ് റൂഡിയാർഡ് കിപ്ലിംഗ്. സെയിം ജസ്റ്റ് സോ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു വർക്കും ഇയാൾ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് സോ സ്റ്റോറീസ് എന്ന് പറയുന്നത് കുറേ സ്റ്റോറീസ് അടങ്ങിയിട്ടുള്ള ഒരു കളക്ഷനാണ് ജസ്റ്റ് സോ സ്റ്റോറീസ്. അതുപോലെ വരുന്ന അടുത്തൊരു ഫേമസ് വർക്കാണ് ഇയാളുടെ ഇഫ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക്. ഇനി റൂഡിയാർഡ് കിപ്ലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ആളുടെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1970 സമയങ്ങളിൽ ഹി ബിക്കം ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റൈറ്റർ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ആദ്യമായിട്ട് കിട്ടിയ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റൈറ്റർ എന്ന് പറയുന്നത് റൂഡിയാർഡ് കിപ്ലിംഗ് ആയിരുന്നു ആ ഒരു സമയത്ത്. ദെൻ ഹി വാസ് ഓൾസോ ദ യങ്ങസ്റ്റ് നോബൽ പ്രൈസ് വിന്നർ ഇൻ ലിറ്ററേച്ചർ. ആ ഒരു സമയത്തെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തി എന്നുള്ള ബഹുമതിയും റൂഡിയാർഡ് കിപ്ലിങ്ങിന് ഉണ്ടായിരുന്നു. ആളുടെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് സിമ്പിളാണ്, ക്ലിയർ ആണ്, ഡയറക്റ്റ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുക. ഒരു സ്റ്റോറി ടെല്ലിംഗ് ടോണിലാണ് അയാളുടെ എല്ലാ റൈറ്റിങ്സും. ഒരു സ്റ്റോറി എഴുതിയ പോലെയാണ് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് പറഞ്ഞു തരുന്ന പോലത്തെ ഒരു ടോണിലാണ് അയാളുടെ റൈറ്റിങ്സ് എല്ലാം ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ദ പോയം നോക്കാം. ഈ ഒരു പോയത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഈ ഒരു പോയത്തിൻ്റെ ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോയം എഴുതിയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് പോയം ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഈസ് റിട്ടൺ ആസ് എ ഫാദേഴ്സ് അഡ്വൈസ് ടു ഹിസ് സണ്ണിന് ആളുടെ ഫാദർ കൊടുക്കുന്ന അഡ്വൈസ് പോലെയാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ആ ഒരു സണ്ണ് ഭാവിയിൽ വളരെ സ്ട്രോങ് ആയിരിക്കണം, മെച്ചോർ ആയിരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ആൾ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് അഡ്വൈസുകൾ. ഇനി ഇതിൻ്റെ സ്റ്റാൻസ നോക്കുകയാണെങ്കിൽ 4 സ്റ്റാൻസേ ഉള്ളൂ ഈ പോയത്തിന്. ഈച്ച് സ്റ്റാൻസ ക്യാരി ചെയ്യുന്നത് 8 ലൈൻസ് ആണ്. സോ ടോട്ടൽ 32 ലൈൻസ് ഉള്ള ഒരു പോയമാണ് ഇഫ്. ഇതിലൊരു റെഗുലർ റൈമിംഗ് സ്കീം ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലത്തെ ഓരോ സ്റ്റാൻസ എന്ന് പറയുന്നത് വളരെ സ്മൂത്തും ബാലൻസ്ഡ് ആയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ദെൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പോയത്തിൽ റിപ്പീറ്റേഷനാണ് സംഭവിച്ചിട്ടുള്ളത്. റിപ്പീറ്റേഷൻ ഓഫ് ഇഫ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് എല്ലാ ലൈൻസിൻ്റെ ബിഗിനിങ്ങിലും ആൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും ആ ഒരു പോയത്തിൻ്റെ ഒരു സ്ട്രക്ചർ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അയാളുടെ പോയത്തിൽ ആഡ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പോയം അവസാനിക്കുന്നത്, ഈ ഒരു പോയത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഫൈനൽ ലൈൻ ഗീവ്സ് ദ റിസൾട്ട് ഓഫ് ഫുൾഫില്ലിങ് ഓൾ ദിസ് കണ്ടീഷൻസ്. അപ്പോൾ ഇയാൾ ഈ പറഞ്ഞു കൊടുക്കുന്ന അഡ്വൈസുകളൊക്കെ പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ബോയ് വിൽ ബിക്കം എ ട്രൂ ആൻഡ് കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ്. എന്നാൽ മാത്രമാണ് ഒരാൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു ട്രൂ
ട്രൂ ആയിട്ടുള്ള ഒരു സത്യസന്ധനായിട്ടുള്ള വളരെ കറേജുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെച്യോർ മാനായി മാറണമെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടോണ്. അതുപോലെ തന്നെ ഓഥറിനെ കുറിച്ചുള്ള ബ്രീഫ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. 32 ലൈൻസ് ഉള്ളതുകൊണ്ട് തന്നെ ലൈൻ ബൈ ലൈൻ ഇതിനെ പറയാന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു 2-3 ലൈൻസ് വെച്ച് ചെറിയ ബിറ്റാക്കി പറയാം. ഇനി സ്റ്റാൻസ 1 പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ ഡൗട്ട് യു, ആ ഒരു സ്റ്റാൻസ പറയുന്നതാണ്. ഈ ഒരു സ്റ്റാൻസയിൽ ദ പോയറ്റ് സേസ് ദാറ്റ് ദ സ്ട്രോങ് പേഴ്സൺ റിമൈൻസ് കാം വെൻ അതർ പാനിക്കിംഗ് ഓർ ബ്ലെയിം ഹിം. സ്ട്രോങ് പേഴ്സൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരൊക്കെ അയാളെ ബ്ലെയിം ചെയ്യാൻ ശ്രമിച്ചാലും, കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും, ആളെ പേടിപ്പിക്കാൻ ശ്രമിച്ചാലും ആ ഒരു സാഹചര്യത്തിലൊക്കെയും അയാൾ വളരെ കാമായിട്ട് നിലനിൽക്കും. സോ ഇവിടെ പറയാണ്, നീ നിൻ്റെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ വളരെ കാമായിട്ട് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നീ ഒരു സ്ട്രോങ് പേഴ്സൺ ആണ് എന്നാണ് പറയുന്നത്. ഹി ഷുഡ് ബിലീവ് ഇൻ ഹിംസെൽഫ് ഈവൻ വെൻ ഓൾ അതേഴ്സ് ഡൗട്ട് ഹിം. ആരൊക്കെ ഈ ഒരു ആളെ അവിശ്വസിച്ചാലും നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു വിശ്വാസം വേണം. ബട്ട് ഹി മസ്റ്റ് ഓൾസോ ലിസൺ ടു ദെയർ ഡൗട്ട്സ് പേഷ്യൻ്റ്ലി. പക്ഷെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന ഡൗട്ട്സ് പേഷ്യൻ്റ്ലി കേൾക്കുക എന്നുള്ളൊരു ക്വാളിറ്റിയും നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ അവരുടെ ഡൗട്ടുകൾ ഒരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. നമുക്ക് നമ്മളെ പറ്റിയിട്ട് വലിയ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പിന്നെ പറയുന്നത്. ഹി ഷുഡ് ബി ഓണസ്റ്റ് വെൻ അതേഴ്സ് ലൈ ആൻഡ് ഷുഡ് നോട്ട് ഹെയ്റ്റ് ഈവൻ വെൻ അതേഴ്സ് ഹെയ്റ്റ് ഹിം. ഇപ്പോൾ ഒരാളെ എല്ലാവരും ഹെയ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളും അയാളെ ഹെയ്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനിയിപ്പോൾ എല്ലാവരും നുണ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളും അവിടെ നുണ പറയണം എന്നൊന്നുമില്ല. നമുക്കെപ്പോഴും ട്രൂത്ത്ഫുള്ളായിട്ട് നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. സോ എല്ലാവരും നുണ പറയുന്നു അല്ലെങ്കിൽ എല്ലാവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നുണ പറഞ്ഞ് നിൽക്കുക എന്നുള്ളത് ഒരു നല്ലതല്ല. നമ്മൾ ഓണസ്റ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ് മസ്റ്റായിട്ടുള്ള ഒരു കാര്യം. അറ്റ് ദ സെയിം ടൈം ഹി ഷുഡ് നോട്ട് ആക്ട് ടു ഗുഡ് ഓർ ടു വൈസ്. പക്ഷേ സെയിം സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഓവറായിട്ടുള്ള ഗുഡ്നെസ് കാണിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കരുത്. അതേപോലെ തന്നെ ഒരുപാട് സത്യസന്ധതയും കാണിക്കാനും പാടില്ല. സത്യസന്ധനായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഓവർ സത്യസന്ധനാവാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു ഹമ്പിൾ സിറ്റുവേഷൻ ആയിരിക്കും. നമ്മളെപ്പോഴും ഒരു ഹമ്പിളായിട്ടിരിക്കണം. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഹമ്പിളായിട്ടിരിക്കണം എന്നാണ് ഈ ഒരു ലൈനിൽ. ഈ ഒരു ലൈൻ്റെ ഐഡിയ എന്ന് പറയുന്നത് അതാണ്. കാമായിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പേഷ്യൻസ് ഉണ്ടാവുക, നമ്മുടെ മനസ്സിൽ ക്ഷമ ഉണ്ടാവുക, ആൻഡ് ഹമ്പിൾ, വളരെ ഹമ്പിളായിട്ടിരിക്കുക. എല്ലാ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും അങ്ങനെ ഹമ്പിളായിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻസ മീൻ ചെയ്യുന്നത്. ദെൻ അടുത്ത സ്റ്റാൻസ മീൻ ചെയ്യുന്നത് ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ എന്ന് തുടങ്ങുന്ന ആ ഒരു ലൈനാണ് പറയുന്നത്. ഈ ഒരു സ്റ്റാൻസയിൽ അയാൾ അഡ്വൈസുകൾ ഉദ്ദേശിക്കുന്നത് ലൈഫിൻ്റെ ബാലൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഡ്രീം ഉണ്ട്, ആൾ ഒരുപാട് കാര്യങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഒരിക്കലും അയാളുടെ ഡ്രീംസോ തോട്ട്സോ അയാളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. അയാളായിരിക്കണം ആ ഒരു ഡ്രീംസിനെയും തോട്ട്സിനെയും കൺട്രോൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഡ്രീംസ് നമ്മളെ മാസ്റ്റർ ആക്കാനായിട്ട് പാടില്ല, സമ്മതിക്കരുത്. ബട്ട് നോട്ട് ബിക്കം കൺട്രോൾഡ് ബൈ ഡ്രീംസ് ഓർ തോട്ട്സ്. അപ്പോൾ ഡ്രീംസും തോട്ട്സും നമ്മുടെ മാസ്റ്ററായിട്ടിരിക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഹീ ഷുഡ് ട്രീറ്റ് സക്സസ് ആൻഡ് ഫെയിലിയർ ഇൻ ദ സെയിം വേ. ഇനിയിപ്പോൾ ലൈഫിലൊരു സക്സസ് വരാണെങ്കിൽ ഓവറായിട്ട് സന്തോഷിക്കാനോ ഫെയിലിയർ വരുമ്പോൾ ഓവറായിട്ട് വിഷമിക്കാനോ പാടില്ല. എപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹാപ്പി സിറ്റുവേഷൻ വന്നാൽ അവിടെ ടു ഹാപ്പിനെസ് ആവാതെയും ഇപ്പോൾ ഒരു സാഡ് സിറ്റുവേഷൻ വന്നാൽ അവിടെ അങ്ങനെ തന്നെ സാഡായിട്ടിരിക്കാതെയും ശ്രമിക്കുക. ഒരു ബാലൻസ് എപ്പോഴും ലൈഫിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻസയിൽ ഈ പോയിറ്റ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഈവൻ വെൻ അതേഴ്സ് ട്വിസ്റ്റ് ഹിസ് വേർഡ്സ് ആൻഡ് ഡിസ്ട്രോയ് ഹിസ് വർക്ക് ഹീ ഷുഡ് സ്റ്റേ സ്ട്രോങ് ആൻഡ് റീബിൽഡ് എവറിത്തിങ് വിത്ത് പേഷ്യൻസ്. ഇപ്പോൾ ആരെങ്കിലും നമ്മളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളെ ട്വിസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്തും സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുക. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെയും റീബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഐഡിയ ആയിരിക്കണം നമ്മളെപ്പോഴും ഫോളോ ചെയ്യേണ്ടത്.
അപ്പോൾ ലൈഫിലുടനീളം ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക. ഏതൊരു സിറ്റുവേഷൻ വന്നാലും, ഏതൊരു ഫെയിലിയറോ സക്സസ്സോ വന്നാലും അതിനെ രണ്ടിനെയും നല്ല സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യുക. വിച്ച് മീൻസ് ഒരു സിറ്റുവേഷൻ വന്നാൽ അതിൽ അങ്ങനെ തന്നെ, ഇപ്പോൾ സക്സസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, ചെറിയ ഫെയിലിയർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കാനും പാടില്ല. രണ്ട് സമയത്തും ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻസയിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓൾ യുവർ വിന്നിങ്സ് എന്ന് തുടങ്ങുന്ന ആ ഒരു ലൈൻ. ഹിയർ ദ പോയറ്റ് ടോക്സ് അബൌട്ട് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ. ഈ ഒരു സ്റ്റാൻസയിൽ സംസാരിക്കുന്നത് കറേജിനെ കുറിച്ചും, ധൈര്യം, ഡിറ്റർമിനേഷൻ, അതിനൊക്കെ കുറിച്ചാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. എ പോയം ഷുഡ് ബി എ പേഴ്സൺ ഷുഡ് ബി റെഡി ടു ടേക്ക് റിസ്ക്. ഒരു വ്യക്തി എപ്പോഴും എന്തെങ്കിലുമൊക്കെ റിസ്ക് ലൈഫിൽ വന്നാൽ അതിനെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട് എപ്പോഴും റെഡി ആയിട്ടുള്ള ഒരാളായിരിക്കണം. കാരണം അക്സെപ്റ്റ് ലോസ് വിത്തൗട്ട് കംപ്ലൈനിങ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നമുക്കതിലൊരു ലോസ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കില്ല. നമ്മൾ ട്രൈ ചെയ്തു പക്ഷെ നമുക്ക് കിട്ടിയില്ല, അതാണ് അതിൻ്റെ സത്യം. പക്ഷെ നമ്മൾ ഒട്ടും ട്രൈ ചെയ്യാതെ, ഒട്ടും എഫേർട്ട് എടുക്കാതെ അറ്റ് ദ എൻഡ് ഓഫ് ദ റിസൾട്ട് എന്ന് പറയുന്നത് ഫെയിലിയർ ആണെങ്കിൽ നമുക്കവിടെ ആരെയും കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളപ്പോൾ എപ്പോഴും ലൈഫിൽ റിസ്കുകൾ എടുക്കാനായിട്ട് തയ്യാറായിരിക്കണം. ഈവൻ വെൻ ഹി ഫിസിക്കലി ഓർ മെൻ്റലി ടയേർഡ് ഹി ഷുഡ് പുഷ് ഹിംസെൽഫ് ടുവേർഡ് ദ സ്ട്രോങ് വിൽ പവർ. നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലും സ്ട്രോങ് അല്ലാതാവുകയോ മെൻ്റലി ടയേർഡ് ആവുകയോ ഫിസിക്കലി നമ്മൾ ഡ്രെയിൻ ചെയ്ത അവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്ട്രോങ് വിൽ പവർ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഇരുന്ന് പോവില്ല. കുറച്ച് നേരമൊക്കെ ആ ഒരു ടയേർഡ്നെസ്സിൽ ഇരിക്കുമെങ്കിലും പിന്നീട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്ട്രോങ് വിൽ പവർ ഉള്ള ആളുകൾക്ക്. സോ നമുക്കെപ്പോഴും ആവശ്യമുള്ളത് സ്ട്രോങ് വിൽ പവറാണ്. ദെൻ ഫോർത്ത് സ്റ്റാൻസയിൽ പറയുന്നത് ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വിർച്യു. ഇപ്പോൾ ഈ ഒരു ലൈനിൽ പറയുന്നത്, ഈ ഒരു ഫൈനൽ ലൈൻസിൽ പറയുന്നത് പോയറ്റ് സേസ് എ ഗുഡ് പേഴ്സൺ ട്രീറ്റ് എവ്രി വൺ ഈക്വലി. നല്ലൊരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഹി ക്യാൻ ടോക്ക് ഓർഡിനറി പീപ്പിൾ ഓർ കിങ് വിത്തൗട്ട് ലൂസിങ് ഹിസ് വാല്യൂ. ഇപ്പോൾ ഒരു കിങ്ങിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഓവറായിട്ട് ഓണസ്റ്റോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഫേസിൽ വെക്കാതെ നോർമൽ എല്ലാവരെയും ഒരുപോലെ ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു ഗുഡ് പേഴ്സൺ എന്ന് പറയുന്നത്. സാധാരണ ആളുകളോട് വേറെ ടോണിൽ സംസാരിക്കുക, കുറച്ചും കൂടിയും കിങ് അങ്ങനത്തെ ഒരു ഹൈ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകളോട് കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കുക എന്നുള്ള ആ ഒരു ഡബിൾ സ്റ്റാൻഡ് ഇല്ലാത്ത ആളുകളായിരിക്കും ഗുഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഹി ഷുഡ് നോട്ട് ലെറ്റ് ഫ്രണ്ട്സ് ഓർ എനിമീസ് ഹേർട്ട് ഹിം ടു മച്ച്. ഒരിക്കലും നമ്മളെ ഫ്രണ്ട്സോ നമ്മുടെ എനിമീസിനോ ഒന്നും നമ്മളെ തീരെയും സന്തോഷിപ്പിക്കാതിരിക്കാനോ അല്ലെങ്കിൽ തീരെയും വിഷമിപ്പിക്കാതിരിക്കാനോ കഴിയില്ല. ശത്രുക്കൾക്ക് വിഷമിപ്പിക്കാതിരിക്കാൻ കഴിയില്ല, ഫ്രണ്ട്സിനാണെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കാതിരിക്കാനും കഴിയില്ല. പക്ഷെ നമുക്ക് രണ്ടിനെയും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഒരു എനിമിക്കും നമ്മളെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഒരു ഫ്രണ്ടിനായാലും നമ്മളെ ഒന്നും ഒരുപാട്, അതായത് ഒരു ടൂ മച്ച് എന്നുള്ളൊരവസ്ഥയിലോട്ട് സന്തോഷമാവട്ടെ വിഷമാവട്ടെ എന്ത് തന്നെ ആയാലും തരാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഹീ ഷുഡ് യൂസ് എവറി മിനിറ്റ് ഓഫ് ഹിസ് ലൈഫ് വൈസ്ലി. ലൈഫിലുണ്ടാകുന്ന ഓരോ നിമിഷവും വളരെ വൈസായിട്ട് അതായത് വളരെ നന്നായിട്ട് തന്നെ ലൈഫ് കൊണ്ടുപോകണം എന്നാണ് ഈ ഒരു ലൈൻ പറയുന്നത്. ഇഫ് ഹീ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്, ഇനിയിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഹി വിൽ ബിക്കം എ കംപ്ലീറ്റ് സക്സസ്ഫുൾ ഹ്യൂമൻ ബീയിങ്. ആളൊരു കംപ്ലീറ്റ് മാൻ ആയിരിക്കും, ഒരു സക്സസ്ഫുൾ ഹ്യൂമൻ ബീയിങ് ആയിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഹമ്പിളായിട്ടിരിക്കുക, ഡിസിപ്ലിൻഡ് ആയിരിക്കുക, അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന സമയം വളരെ വൈസ് ആയിട്ട് യൂസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ്ങിനെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ട്രൂ മെന്നെ കാണാനായിട്ട് പറ്റുമെന്നാണ് ഈ ഒരു പോയം പറയുന്നത്, ഈ ഒരു പോയം പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഓവറോൾ മെസ്സേജ് എന്ന് പറയുന്നത് പോയം ഇസ് എ ഫാദേഴ്സ് അഡ്വൈസ് ആണ്, സണ്ണിന് കൊടുക്കുന്ന അഡ്വൈസ് ടു ലീവ് എ സ്ട്രോങ് ലൈഫ്, ബാലൻസ്ഡ് ലൈഫ്, ഓണറബിൾ ലൈഫ്.
അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദർ കൊടുക്കുന്ന കുറച്ച് മെസ്സേജ്. ഇറ്റ് ടീച്ചേഴ്സ് പേഷ്യൻസ്, കറേജ്, ഓണസ്റ്റി, സെൽഫ് കൺട്രോൾ ആൻഡ് ആസ് ക്വാളിറ്റി ഓഫ് ട്രൂ ഹ്യൂമൻ ബീങ്. എല്ലാ ഹ്യൂമൻ ബീങ്ങിനും ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നല്ല നല്ല ക്വാളിറ്റീസ്. സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നൊരു ക്വാളിറ്റി, ഓണസ്റ്റി എന്ന് പറയുന്നൊരു ക്വാളിറ്റി, കറേജ് എന്ന് പറയുന്നൊരു ക്വാളിറ്റി, പേഷ്യൻസ് എന്ന് പറയുന്നൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഒരു പോയം. ഇഫ് എന്ന് പറയുന്ന ഈ ഒരു പോയം മുന്നോട്ട് വെക്കുന്നൊരു ഐഡിയ എന്ന് പറയുന്നത് അതൊക്കെയാണ്. സോ ഇത്രയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നുള്ളൂ. മെജോറിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇഫ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാ സെൻറ്റൻസിലും. സോ അതൊരു റിപ്പീറ്റേഷൻ, അതൊരു സീരിയസ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്, സീരിയസ് ആയിട്ടുള്ള ഒരു കമാൻഡാണ് ഇയാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കാനാണ് ആ ഒരു ഇഫ് മുന്നിൽ ചേർത്തിട്ട് ഇങ്ങനെ എല്ലാ ലൈൻസിനും അങ്ങനെ ചേർത്ത് പറയുന്നത്. സോ ആ ഒരു ഫസ്റ്റ് വേർഡ്, പോയത്തിൻ്റെ ഫസ്റ്റ് വേർഡ്, സ്റ്റാർട്ടിങ് ലൈൻ തന്നെയാണ്, അതിലത്തെ ഫസ്റ്റ് വേർഡ് തന്നെയാണ് നമ്മുടെ പോയത്തിൻ്റെ ടൈറ്റിലായിട്ട് വരുന്നത്, ഇഫ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ. സോ ഇത്രയാണ് ഈ ഒരു പോയം. സോ താങ്ക് യു.